ഹലോ, എവിടായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മൾ എവിടെ പോകുമ്പോഴും എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ നമ്മുടെ ചാനലിൽ വ്ളോഗ്സ് വരാത്തെ, എന്താ സ്കെച്ച് വീഡിയോ വരാത്തെ എന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. എന്താ പറ. നമ്മൾ ടൂറിങ് ആയിരുന്നു. ടൂറിങ് എന്ന് പറയുമ്പോൾ സ്ഥലം കാണാൻ പോയതല്ല. അല്ല, സ്ഥലം കാണാൻ പോകുന്ന ആ ടൂറിന് പോയി എന്നല്ല ഉദ്ദേശിച്ചത്. അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഗിഗ് ടൂറിംഗ് ആയിരുന്നു. അതായത് പ്രോഗ്രാംസുമായിട്ട് ടൂറിങ്ങിലായിരുന്നു. അതെ, വേറൊരു രീതി പറയുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ നേരിട്ട് വന്ന് കാണുമായിരുന്നു, നിങ്ങളുടെയൊക്കെ സിറ്റീസിൽ വന്ന്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്: വീഡിയോസ് എന്താ ചെയ്യാത്ത, വ്ളോഗ് ചെയ്യാത്ത, എന്താ നിങ്ങൾ എങ്ങനെ കാണണം എന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ വിചാരിച്ചു, അതെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് we are trying to take you with us through a gig life. നമ്മുടെ ഷോസിനൊക്കെ വരുമ്പോൾ ഏതൊരു കോൺസേർട്ടിന് പോവുകയാണെങ്കിലും ഒരു 2 മണിക്കൂർ നിങ്ങളെല്ലാം മറന്നിങ്ങനെ ആസ്വദിച്ചിട്ടങ്ങ് പോവും അല്ലേ? പക്ഷേ ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് അവരാസ്വദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 മണിക്കൂർ ആസ്വാദനത്തിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. അത് ആ ലീഡ് സിംഗറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന മ്യൂസീഷ്യൻസിൻ്റെയോ മാത്രം എഫേർട്ടല്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ ഷോസിലും ഞാൻ പറയും, നമ്മൾ ഷോസിന് കയറാൻ നേരത്ത് പറയും, ഇറ്റ്സ് എ ടീം എഫേർട്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഒരു ഷോ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഈ മ്യൂസീഷ്യൻസിന് സ്റ്റേജിൽ കയറി 2 മണിക്കൂർ ഇങ്ങനെ എല്ലാം മറന്ന് സോൺഡ് ഔട്ടായി നിങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്താണെന്ന് കണ്ടു. ദീപ്തി പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അതായത് മെയിൻ സിംഗർ മാത്രമല്ല ആള്, ചുറ്റിനും ഒരുപാട് പേരുണ്ട്. അവരെല്ലാരും വിചാരിച്ചാലേ ഷോ നന്നാവുള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ശരിയാണ്. അല്ല, ഞാൻ ചോദിച്ചിട്ട് ചേട്ടന് സ്റ്റേജിൽ കയറുമ്പോൾ നിറയെ ടെൻഷനും പ്രഷറും, അത് ശരിയല്ല ഇത് ശരിയല്ല, ലൈറ്റ് അത് ഇത് സൗണ്ട് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ? അത് സത്യം തന്നെയാണ്. അത് വലിയൊരു പോയിന്റാണ്. ഇതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തല്ല, അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ട് മാക്സിമം തന്നാൽ മാത്രമേ ഒരു ഷോ ഭംഗിയാക്കുള്ളൂ, ഭംഗിയാവുള്ളൂ. യാതൊരു രീതിയിലുള്ള തർക്കവും ഇല്ല. അതെ, ഇതിപ്പം നമ്മുടെ ബാൻഡ് ഇറ്റ്സ് വിധു പ്രതാപ് എന്ന ബാൻഡിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ പറയുന്നത്. ഏത് ബാൻഡിനാണെങ്കിലും ഈ എഫേർട്ട് വളരെ വാലിഡ് ആണ്, വളരെ ട്രൂ ആണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എല്ലാവരുടെയും എഫേർട്ടിനെ നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ടുള്ളൊരു വ്ളോഗാണിത്. അധികം ബോറടിപ്പിക്കാതെ തന്നെ ഞങ്ങളിത് കൊണ്ടുപോകാൻ ശ്രമിക്കും കേട്ടോ. കൂടെ വന്നോ. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മ്യൂസീഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ പറയുമ്പോൾ, മ്യൂസീഷ്യൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ അഡ്വാൻസ് വാങ്ങിക്കുക. അതല്ല നമ്മൾ സംസാരിച്ചത്. നമ്മൾ മ്യൂസീഷ്യൻസ് അല്ല, അഡ്വാൻസ് ആണ് വാങ്ങിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ എവിടെ എന്തിനു പണിയെടുത്തു വിചാരിക്കും നമ്മള്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പം പ്രോഗ്രാം, ഇപ്പം നിങ്ങൾ മൂവി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സിംഗർ ആകുമ്പോൾ തന്നെ അങ്ങനത്തെ സിംഗേഴ്സിന് കൂടുതലും ഈ പറഞ്ഞ എനിക്ക് ഒറിജിനൽസിനെക്കാട്ടിലും ചിലപ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത് അവരുടെ മൂവി സോങ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ഒരുപാട് വരാറുണ്ട്. ഒത്തിരി വരാറുണ്ട്. നമ്മൾ ഷോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സാധാരണ നമ്മുടെ ബാൻഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ തന്നെ പാടി വെച്ചിരിക്കുന്ന പാട്ടുകളാണ് കൂടുതലും പെർഫോം ചെയ്യാറ്. എന്നിട്ട് പോലും ആൾക്കാർക്ക് അയ്യോ മറ്റേ പാട്ട് പാടിയില്ലല്ലോ, ആ സിനിമയിൽ ഈ പാട്ട് പാടിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒത്തിരി റിക്വസ്റ്റ്. ഒറിജിനൽസും ഉണ്ട്, പക്ഷെ ഒറിജിനൽസ് മാത്രം പെർഫോം ചെയ്യുന്ന ബാൻഡ്സും ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടും ചെയ്യാറുണ്ട് എന്ന് ഞാൻ പറയണം. അപ്പം ഈ ഒറിജിനൽസ് മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ മൂവി സോങ്സ് എടുക്കുമ്പം ബാൻഡിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഒരു പാട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാൻഡിൻ്റെ ഒരു സൗണ്ടിങ് ആയിരിക്കും എപ്പോഴും ആ പാട്ടിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അത് നമ്മുടെ ബാൻഡിൽ എപ്പോഴും ഞാൻ നമ്മുടെ ബാൻഡ് മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പാടി വെച്ചിരിക്കുന്ന സോങ്സിന് അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവുമല്ലോ. അതിൻ്റെ ബീജീസ് എങ്ങനെയാണ്, അതിൻ്റെ മ്യൂസിക് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി
ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ മാറ്റാം, എങ്ങനെയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എപ്പോഴും നമ്മുടെ ബാൻഡിലെ പിള്ളേരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് നമ്മൾ ഒരുപാട് കാട് കയറാതെ അല്ല സംഭവം എന്ന് വെച്ചാൽ ദീപ്തി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് ചിലപ്പോൾ പ്രാക്ടീസിനൊക്കെ വരാൻ നേരത്തെ ഇങ്ങനെ പറയാറുണ്ട്, ചേട്ടാ അവിടെ വന്നപ്പോൾ ആ ഒരു സംഭവം അതെന്താ നിങ്ങൾ വായിക്കാത്തേ? അതെന്താണെന്നറിയാം, നമുക്കേ ചില പാട്ടുകൾ നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകൾ അഴിച്ചു പണിയുമ്പം എന്തൊക്കെ അഴിച്ചു പണിഞ്ഞാലും ഒരിക്കലും തൊടല്ലേന്ന് തോന്നുന്ന ചില സാധനങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു വരി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ടിങ്ങിണിങ് ഉണ്ടെങ്കിൽ ആ ടിങ്ങിണിങ് അവിടെ കേട്ടില്ലെങ്കിൽ നമുക്ക് അയ്യോ മിസ്സിങ് ആയല്ലോ എന്ന് തോന്നും. അതിൽ ഏറ്റവും വലിയ വിറ്റം എന്താ പറയുമോ, ഒരു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ ബാൻഡിലെ പിള്ളേർ ദീപ്തി ചേച്ചി ഒന്ന് കേൾപ്പിച്ച് നോക്കിയേ എന്ന് പറയും. കേക്ക് ദീപ്തി കേട്ടു, കൊള്ളാം കേട്ടാ കൊള്ളാം, ഇനിയുള്ള കേക്ക് ആയിരിക്കും, കൊള്ളാം കേട്ടാ കൊള്ളാം എന്ന് പറയും. അപ്പൊ നമ്മൾ പറയും ലോ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ട് ലോകത്തിന് ഇഷ്ടപ്പെട്ട് എഴുതിയിരിക്കുകയാണ്. ഫ്രഷ് ആയിട്ടൊന്നും ഇല്ലല്ലേ? ഇല്ല. നിങ്ങൾ ചിരിച്ചോ? ഇല്ലല്ലോ. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഓരോ മ്യൂസീഷ്യനും എത്ര സ്പേസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഫിക്സ് ചെയ്തിട്ട് നീ ഇവിടെ ഇത് അത് എന്നൊക്കെ ഉള്ള എല്ലാവരുടെയും ഇൻപുട്ട് എടുക്കും. എന്നിട്ട് ഈ ഇൻപുട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു സമയം, അതായത് നമ്മൾ മുമ്പാണെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയും, റിഹേഴ്സൽ എന്ന് പറയും. ഇവിടെ ബാൻഡിൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ജാമിങ്. അപ്പോൾ ഈ ജാമിങ്ങിന് വരുമ്പോഴാണ് എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ, ഒരു ഔട്ട്ലൈൻ ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നത് ഈ ജാമിങ്ങിനായിരിക്കും. അപ്പോൾ ജാമിങ് ഒക്കെ എത്ര ദിവസം പോകാറുണ്ട് ഓരോ ഷോയ്ക്കും? ഡിപ്പെൻസ്. നമ്മൾ പ്രാക്ടീസ് നമ്മളുടെ ബാൻഡിൽ സ്ഥിരമായി ചെയ്യുന്നത് അത് എനിക്കും ഒരു എന്താ പറയണ്ടേ, ഒരു കോൺഫിഡൻസ് ആണ്. അത് എനിക്ക് മാത്രമല്ല നമ്മളുടെ ബാൻഡ് മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ്, ഞാൻ പറയും അതൊരു മസിൽ മെമ്മറി ആയിട്ട് മാറണം. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഓരോരുത്തർ എന്തൊക്കെ, അതായത് കീബോർഡിസ്റ്റ് എന്ത് വായിക്കുന്നു എന്നുള്ളത് ഡ്രമ്മറിന് അറിയണം, ഡ്രമ്മർ എന്ത് വായിക്കുന്നു എന്നുള്ളത് ഫ്ലൂട്ടിസ്റ്റിന് അറിയണം, ഇതെല്ലാം ആരൊക്കെ എവിടെ വായിക്കുന്നു എന്നുള്ളത് ഒരു സിംഗറിന് അറിയണം. അതുവരെ നമ്മളൊരു മസിൽ മെമ്മറി പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ഒരു ധാരണ കിട്ടുള്ളൂ. പ്രാക്ടീസിന് നമ്മൾ എത്ര ദിവസം എന്ന് പറഞ്ഞ് വെക്കാറില്ല. ചിലപ്പോൾ അടുപ്പിച്ച് ഷോസ് ഉള്ളെങ്കിൽ പോലും ഞാൻ പറയും ഒരു ഷോയ്ക്ക് തൊട്ട് മുമ്പ് തലേ ദിവസം ഒരു പ്രാക്ടീസ് വെച്ചാൽ നല്ലതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സോളോ പീസസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ ശരിക്കും സോണ്ട് ഔട്ട് ആയിട്ട് പോകാനുള്ള ഒരു ഫ്രീഡവും ഉണ്ട് ഓരോ മ്യൂസീഷ്യൻസിനും. അത് ചിലപ്പോൾ എല്ലാ സ്റ്റേജിലും അവർ ഒരേ സാധനം ആയിരിക്കില്ല സോളോ പീസസ് വരുന്നത്. അത് ഇംപ്രവൈസ് ചെയ്യാൻ ഭാഗ്യത്തിന് നമ്മുടെ മ്യൂസീഷ്യൻസ് എല്ലാവരും അവർക്ക് ഓൺ ദി സ്പോട്ട് സ്റ്റേജിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്യാനുള്ള ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആണ് എല്ലാവരും. അപ്പോൾ ചക്കരകളാണ് എല്ലാവരും. അപ്പോൾ അതാണ് ജാമിങ്ങിൽ സംഭവിക്കുന്നത്. അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ പുട്ടിങ് ഇറ്റ് ഓൾ ടുഗെദർ ആൻഡ് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പക്ഷേ ജാമിങ്ങിൽ വരുമ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറയില്ലേ, ഒരു സോങ്ങിൻ്റെ ഒറിജിനാലിറ്റി മാറാത്ത രീതിയിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യും. ദീപ്തി പറഞ്ഞതുപോലെ കീബോർഡിസ്റ്റ് എന്ത് വായിക്കുന്നു, ഫ്ലൂട്ടിസ്റ്റ് എന്ത് വായിക്കുന്നു, ഗിറ്റാറിസ്റ്റ് എന്ത് വായിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് പോയി നേരെ ജാമിങ്ങിന് ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസിന് ഇരിക്കാൻ നേരത്തെ വായിച്ചു നോക്കാൻ നേരത്ത് കുറച്ച് മറ്റേ ഇത് എന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ട് പറയും. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് അഴിച്ചുപെടുന്നത് പുതിയതായിട്ട് ഒന്നുകൂടെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യാം, എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളത്, അങ്ങനത്തെ അവസരങ്ങളും വരാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണ് ജാമിങ്ങിൽ മ്യൂസീഷ്യൻസിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഒരു ഫോമിലേക്ക് എത്തുന്നത് ജാമിങ്ങിലൂടെ ആയിരിക്കും. ഇതാണ് നമ്മുടെ ബാൻഡിന്റെ ജാമിങ്, ഫൈനൽ ജാമിങ് സെഷൻ ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ജാമിങ് റൂം നമ്മുടെ സിത്താരയുടെ റൂം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാനൊക്കെ ഭയങ്കര സൗകര്യമുള്ളൊരു ജാം റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ്. ഓരോരുത്തർ അങ്ങോട്ട് നോക്കിയോ, അത് നിഹാലാണ്, ഫ്ലൂട്ടിസ്റ്റ് നിഹാൽ, നമ്മുടെ ഗിറ്റാറിസ്റ്റ് ജെയ്വിൻ, പിന്നെ നമ്മുടെ ഡ്രമ്മർ ബോയ് അഖിൽ, പിന്നെ നമ്മുടെ പെർക്കഷനിസ്റ്റ് ഹരി, നമ്മുടെ കീബോർഡിസ്റ്റ് അഭിഷേക് പ്രദീപ്, പിന്നെ ഞാൻ, പിന്നെ ഒരാളും കൂടെ ഉണ്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ തന്നെ കാണിച്ചത്. നമ്മുടെ
നമ്മളെല്ലാവരെയും കറക്റ്റായിട്ട് വഴക്കൊക്കെ പറഞ്ഞ് ഇവന്മാരെ മേയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ പ്രാക്ടീസ് പരിപാടികളെല്ലാം മ്യൂസീഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് പെർഫോം ചെയ്യേണ്ടവരുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അത് കഴിയുന്നു. അതിൻ്റെ ഇപ്പുറത്ത് പാരലലി നടക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. നമ്മുടെ മാനേജേഴ്സ് ഓർഗനൈസേഴ്സുമായിട്ട് ലോജിസ്റ്റിക്സ് പ്ലാൻ ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതൊക്കെ അതൊക്കെ സംസാരം നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മ്യൂസീഷ്യൻസിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അവസാനം നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം വരും. അപ്പോൾ ട്രാവൽ ഡേ അല്ലേ, ദി ട്രാവൽ ഡേ. നമ്മുടെ നാട്ടിലുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ നമ്മൾ കഴിയുന്നതും അന്ന് രാവിലെ പുലർച്ചെയായിട്ട് ഒക്കെ എത്താനേ നമ്മൾ നോക്കാറുള്ളൂ. എന്നിട്ട് സൗണ്ട് ചെക്ക് സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. എബ്രോഡ് പോകുന്ന ഷോസ് ആണെങ്കിൽ നമ്മൾ കഴിയുന്നതും അല്ല, എനിക്കൊന്നും മിക്കപ്പോഴും തലേന്ന് പോകണം. കാരണം പലപ്പോഴും അന്ന് രാത്രി തലേന്ന് രാത്രിയൊക്കെ സൗണ്ട് ചെക്ക് നടത്തുന്നതായിരിക്കും പലപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ അന്ന് ഏർലി മോർണിംഗ് സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രോഗ്രാമിനും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ചില ഓർഗനൈസേഷൻസിനൊക്കെ എന്ന് പറയുമ്പോൾ രാവിലെ അവരുടെ കുറേ ഷോസും സംഭവങ്ങളും ഒക്കെ കാണും, അല്ലെങ്കിൽ കുറേ ഇവൻറ്റ്സ് സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ അവർ തലേദിവസമേ എന്തായിരുന്നാലും സൗണ്ട് ചെക്ക് തീർത്ത് വെക്കണം. രാവിലെ തൊട്ട് അവർക്ക് ഓർഗനൈസേഴ്സിന് വെന്യൂ ആവശ്യമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ എബ്രോഡ് പോകുമ്പോൾ നമ്മൾ കൂടുതലും കഴിയുന്നതും തലേദിവസം നേരത്തെ ചെല്ലണം. അത് അവിടെ നിന്ന് ഓർഗനൈസേഴ്സും പറയും. കാരണം അവർക്കും ഇഫ് അറ്റ് ഓൾ സംതിങ് എന്നുള്ളൊരു ബഫർ ടൈമും കൂടെ വെച്ചിട്ട് നമ്മൾ ഇത്തിരി കൂടെ നേരത്തെ ചെല്ലാനായിട്ട് അവർ പറയും. അങ്ങനെ നമ്മൾ നേരത്തെ പോകാറുണ്ട്. പൊതുവേ നമ്മൾ വി ആർ ലൈക്ക് എ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും ഒരുമിച്ചാണ്. എല്ലാവരും കൂടെ ബാൻഡ് മെമ്പേഴ്സും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യാറ്. ചില സമയങ്ങളിൽ മാത്രം എൻ്റെ ഈ ഷൂട്ടും കൂടെ പാരലി പോകുന്നത് കൊണ്ട് അതിൻ്റെ ഡേറ്റ് ക്ലാഷസ് വരാൻ നേരത്ത് എനിക്ക് ചിലപ്പോൾ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റാറില്ല. വേറൊരു ഫ്ലൈറ്റിലായിരിക്കും അപ്പോൾ അപ്പോൾ അതായത് ഞാൻ എത്തിച്ചേരുന്ന ദിവസം പറയും, ചേട്ടാ ശരിക്കും മിസ് ചെയ്തു കേട്ടോ, എവിടെ ഒരു മിസ്സിങ്ങും ഇല്ല. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ശ്രീലങ്കയും ദുബായിലും ഒക്കെ നമ്മൾ പോയപ്പോൾ ഉള്ള കുറച്ച് എന്താണ് വീഡിയോ ഫുട്ടേജസ് ആണ് നിങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് കണ്ടു നോക്ക്, ഇവരെന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു മിസ്സിങ്ങും ഇല്ല. എന്നിട്ട് ചുമ്മാ പറയും, ചേട്ടാ ശരിക്കും മിസ് ചെയ്ത് കേട്ടോ നിങ്ങൾ. പിന്നെ അങ്ങനെ പറയണ്ടേ, അല്ലെങ്കിൽ വിളിച്ചേട്ടന് തോന്നത്തില്ലേ? തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് വിഷമിക്കും. ഇനിയും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾ. അത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും സമയത്തിന് എയർപോർട്ടിൽ എത്താന്ന്. അല്ല, ഫുഡ് അടിക്കാനാ. ആദ്യം ഭക്ഷണം. ഞങ്ങൾക്കുള്ള ആഹാരം സ്പോൺസർ ചെയ്ത ദീപ്തി വിധു പ്രതാപിനും വിപിൻ നായർക്കും യാത്ര പോയിട്ട് വരാം, നോക്കാം. ആദ്യമായിട്ടാണ് കൊളംബോ പോകുന്നത്, ഇങ്ങനെ ഉണ്ടാവും കണ്ടറിയാം. പോസ്റ്റാണ്, മാനേജർ ശരിയല്ല. ഇത് കുറേ വർഷങ്ങളായത്. എന്നാലും ഇവരൊക്കെ ചോദിക്കും ഇങ്ങനെ ചെയ്തതാണോ ചോദിക്കും. ആ കാണുന്ന കൂട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് കുറേ ഉണ്ട്. കാരണം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, തബ്ല, വേറെ എന്തൊക്കെയുള്ളത്, ഫ്ലൂട്ട്, ഗിറ്റാർ, അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് ചെക്കിനാണ് ചെയ്യുന്നത്. അപ്പം ലഗേജിൻ്റെ വെയിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റല്ലേ? ഇല്ലെങ്കിൽ പിന്നെ അവസാനം നമ്മളിവിടെ മൽപ്പിടുത്തം പിടിക്കേണ്ടി വരിക. അതായത് ഓവർസൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മൾ വേറെയാണ് ചെക്കിങ് ചെയ്യുന്നത്, കയറ്റി വിടുന്നത്, എക്സ്ട്രാ കെയർ ആണ്. അപ്പോൾ അതിന് നമ്മുടെ കീബോർഡിസ്റ്റ് അബി അവരുടെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്ക് അവിടെ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാം. ഇതിനെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത് ചെറിയ കാര്യമല്ല, തോന്നിക്കും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് വന്ന് ബോർഡ് ചെയ്താൽ. ഓക്കെ, നമ്മളിതാ ബോർഡ് ചെയ്യാൻ പോവുകയാണ് ശ്രീലങ്കൻ എയർവേസ്.
ശ്രീലങ്ക ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫോറിൻ കറൻസി മണി എക്സ്ചേഞ്ച് എന്ന് നമ്മൾ പൈസ ഇവിടുത്തെ കറൻസി എടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരും അത്യാവശ്യം കുറച്ച് വേണ്ടുന്നത് അവിടെ നിന്ന് ഇങ്ങനെ പൈസ റുപ്പീസ് കൊടുത്ത് എന്താക്കി ശ്രീലങ്കൻ റുപ്പീസ് ആക്കി. അതെ, ആദ്യമായിട്ടാണ് നമ്മുടെ കറൻസി കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇത്രയും സന്തോഷം തോന്നുന്നത്. കൈ നിറയെ പൈസ. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്ക് ധാരാളം ഷോസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടാറുണ്ട്. പക്ഷേ ശ്രീലങ്ക പോലത്തെ സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ നമുക്ക് അധികം അങ്ങനെ അല്ലേ റെയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ തലേ ദിവസമൊക്കെ പോയപ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ കേരളം പോലെ തന്നെയാണ് കേരളം പോലെ നമുക്ക് തോന്നും, പക്ഷേ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അത് കേരളം, ഇത് ശ്രീലങ്ക. അതെ, അതൊരു വ്യത്യാസമുണ്ട്. അത് വിഷ്വൽസ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു വ്യത്യാസമായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെപ്പോഴും പോയി കഴിയുമ്പോൾ ഇങ്ങനെ ശരിക്കും മറ്റേ ടൂറ് പോകുന്ന പോലെ അങ്ങനത്തെ ഭാഗ്യമൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എയർപോർട്ടും അവിടുത്തെ ഹോട്ടലും വെന്യൂവും മാത്രം കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസരങ്ങളാണ് കൂടുതലും അതാ സംഭവിക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയിലായതുകൊണ്ടാണ് ഇപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്തുകൂടെ? അങ്ങനെ വ്ളോഗ് ചെയ്യാൻ ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ ഈ 3 സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. ടൈറ്റ് സ്കെഡ്യൂളിലായിരിക്കും നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുക. പിന്നെ തിരിച്ച് ഉടനെ തന്നെ നാട്ടിലേക്ക് വരേണ്ട കാര്യങ്ങളുണ്ടാവും. മറ്റു പല പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വ്ളോഗിങ്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വ്ളോഗും കൂടെ എടുത്തുകൂടെ എന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ്. അത്ര ചിൽ ഇതിലായിരിക്കില്ല. ഒരു വ്ളോഗൊക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ആ ഷോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇപ്പം ഈ ശ്രീലങ്കയിലൊക്കെ പോയപ്പോൾ ഉള്ള പോലത്തെ ഒരു ആ ഒരു സ്പേസ് ഉണ്ടാവില്ല നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാനും ഒക്കെ. പക്ഷേ ശ്രീലങ്കയിൽ അത് സംഭവിച്ചു. നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് തന്നെ വിജയേട്ടനെ ഞങ്ങൾ മിസ് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു വാസ്തവം. അല്ല, വരണമായിരുന്നു ഫാമിലിയുടെ കൂടെ. പിന്നെ ആരുമായി ഷൂട്ട് ചെയ്യുമായിരുന്നു? അതും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോയി. വിജയേട്ടനെ പറഞ്ഞ് ഞങ്ങൾ കണ്ടാലും പോരെ. എയർപോർട്ടിൽ നിന്ന് ഒരു ഏകദേശം 45 മിനിറ്റോളം നമ്മൾ വണ്ടിയിലിരുന്നു അല്ലേ? 45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്ന് ഇവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. പച്ചമാങ്ങയുടെ ഒരു നല്ല ഡ്രിങ്കായിരുന്നു. എല്ലാവരും വിശന്നിരിക്കുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. മീൻവയൽ നമ്മുടെ മാനേജറും നിഹാലും അവിടെ ചെക്ക് ഇൻ പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം. ഞങ്ങളുടെ പാസ്പോർട്ട്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ അവരവിടെ ഇങ്ങനെ റൂംസൊക്കെ ഇങ്ങനെ എത്ര റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൂംസ് ഇങ്ങനെ അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നല്ല ശ്രീലങ്കൻ ഫുഡൊക്കെ കഴിച്ച് നല്ല ക്രാബ്, ഞണ്ട്, പ്രോൺസിൻ്റെ ഒരു പ്രോൺസ് റൈസ് അങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങാൻ പോവാം. നമ്മൾ ഇന്ന് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ഇവൻറ്റിൻ്റെ സൗണ്ട് ചെക്ക് ഇന്ന് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു വന്നത്. അങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അതെ നമുക്ക് കറക്റ്റ് ടൈമിൽ സ്റ്റേറ്റ് കിട്ടിയില്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതെ, ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നാളത്തേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നേരത്തെ എഴുന്നേറ്റ് ഈ 3 പേരും പോയി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സണ്ണില്ലാത്ത സൺസെറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. എനിക്ക് തോന്നുന്നു ചിലപ്പം വിധിച്ചേട്ടൻ നാളെ എത്തുന്നത്. വിധിച്ചേട്ടനും കൂടെ ആയിട്ടുള്ള ഒരു സൗണ്ട് ചെക്ക് ആയിരിക്കും നമ്മൾ കാണാൻ സാധ്യത. സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ശ്രീലങ്കൻ സ്ട്രീറ്റ് ഫുഡ് ഇങ്ങനെ മീനിൻ്റെ ഒക്കെ സീ ഫുഡ് എന്തൊക്കെയുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോൺസ് വട, വട, ഇത് കൂനി, ഇതെന്നാ ഇത് ഉഴുന്ന് വടതാ, ഇത് ഇസവട. ഇവർക്കെല്ലാം തമിഴ് അറിയാം നന്നായിട്ട് കേട്ടോ. തമിഴ് ആൾക്കാരാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നല്ലേ, ഇവിടെ സിലോൺ തമിഴാണ് ഇവർ. എല്ലാരും കൂടെ ഇട്ട് കണ്ട, ഇതാണ് സാധനം. ഓ നൈസ്, കൊള്ളാം. അടിപൊളി അടിപൊളി സാധനം കേട്ടോ.
കാര്യം പറയും, ഇതൊക്കെ ഇവൻ പറയുമെങ്കിൽ ഇവന് ഇതൊന്നും കഴിക്കില്ല. ഇവന് മാഗി വേണം. അടിപൊളിയാ, ഉപ്പിച്ചിട്ട് കൊടുക്കും. കമ്പിളി നാരങ്ങ ഉപ്പിട്ടുണ്ടോ? ബബ്ലൂസ് നാരങ്ങ സാധനം. അപ്പോൾ സൗണ്ട് ചെക്ക് എന്തായാലും മാറ്റി വെച്ചതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ശ്രീലങ്ക ഒന്ന് നമ്മുടെ ഹോട്ടലിന്റെ ഈ പ്രമിസസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാൻ പറ്റി. ശ്രീലങ്കൻ ഫുഡ് മാഗി കഴിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശ്രീലങ്കൻ ബീച്ച്? സൗണ്ട് ചെക്ക് ആണ് നാളെ. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ശരിക്കും പോയി ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കിടന്ന് ഉറങ്ങി നാളെ ഫുൾ എനർജിയിൽ സൗണ്ട് ചെക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാൻഡിലെ സിംഗർ നാളെ വരും. ചെറിയ സിംഗർ നാളെ വരും. ബാൻഡിലെ സിംഗർ ബാൻഡിലെ നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഈ കണ്ട കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ലോട്ടറി പോലെ ഒരു ഭാഗ്യം പോലെ നമുക്ക് കിട്ടുന്ന അവസരമാണ്. പക്ഷേ മെയിൻ തിങ് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് തൊട്ട് മുന്നേ നടക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൗണ്ട് ചെക്ക്. യെസ്, ഈ സൗണ്ട് ചെക്കിലാണ് നമ്മൾ ആദ്യം മാനേജേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ടെക് റൈഡർ അയച്ചു കൊടുക്കും നേരത്തെ തന്നെ. ഒരു ഷോ ഫിക്സ് ആവുന്നത് അങ്ങനെയാണ്. നമ്മുടെ ടെക് റൈഡർ, നമ്മുടെ ടെക് ഇത്ര ഇത് റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഷോ അത്രയും ഭംഗിയായിട്ട് അത് കാണാൻ വരുന്ന ഓഡിയൻസിലേക്ക് അവർക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ടെക് റൈഡറിൽ വരുന്നത്. അതുപോലെ ലൈറ്റിംഗ് റിക്വയർമെൻറ്റും എല്ലാം വരുന്നുണ്ട്. LED വാളിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഈ സൗണ്ട് ചെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും സൗണ്ട് മൈക്ക് ടെസ്റ്റിംഗ് മാത്രമല്ല ലൈറ്റ്, സൗണ്ട്, LED ഇതെല്ലാം ചെക്ക് ചെയ്യുന്നൊരു സമയമാണ്. സൗണ്ട് ചെക്ക് എന്നൊരു വാക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ. അതെ, നമ്മുടെ ബാൻഡിന് നമ്മുടെ തന്നെ ഇൻഹൗസ് സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, ലൈറ്റ് എഞ്ചിനീയർ ഉണ്ട്, VJ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു സിംഗിളാണ് പോവുക. നോർമലി ഒരു 2-3 മണിക്കൂർ ഈസിലി സൗണ്ട് ചെക്കിന് മാൻഡേറ്ററി ആയിട്ട് തന്നെ വേണ്ടി വരാറുണ്ട്. പക്ഷെ അത് എനിക്കെപ്പോഴും ബാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാട്ടോ, ടു ബി റിയലി ഫ്രാങ്ക്, എനിക്ക് മനസ്സിലാക്കിയത് ദീപ്തി ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ലൈറ്റ്സ് അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ചേട്ടാ, അത് അങ്ങനെ വേണം. പക്ഷേ ഒരു ബാൻഡ് പെർഫോം ചെയ്യുമ്പോൾ ലൈറ്റ്സിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിട്ടാണ് മനസ്സിലായത്. ലൈറ്റ്സ് ആൻഡ് VJ സൗണ്ട് ചെക്കിന് നമ്മൾ 3 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ ഉള്ളൊരു സൗണ്ട് എഞ്ചിനീയറിന് ഈ ഡ്രംസ് സെറ്റ് ചെയ്യാൻ തന്നെ, അതിനെ ബാലൻസ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ ഓരോരോ പീസുകൾ, കുഞ്ഞു കുഞ്ഞു പീസുകൾ അവിടെ ഉള്ള ചെറുതും വലുതുമായിട്ടുള്ള പീസുകൾ കാണാം നിങ്ങൾക്ക്. നമ്മുടെ ബാൻഡിൽ പെർക്കഷനും ഉണ്ട്. ചില ബാൻഡുകളിലാണ് പെർക്കഷൻ ഉള്ളത്, നമ്മുടെ ബാൻഡിൽ പെർക്കഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തബല, കോങ്കോസ്, ബോങ്കോസ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്തെടുക്കാൻ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. കോങ്കോസ് ബാലൻസ് ചെയ്യണം, ഇതെല്ലാം കേൾക്കണ്ടേ. നമ്മൾ ഓരോ പാട്ടിൽ വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ ചെവികളിൽ എത്തുന്നത് അങ്ങനെയായിരിക്കും. അവിടെ കോങ്കോസ് വായിച്ചു, അവിടെ ബോങ്കോസ് വായിച്ചു. അപ്പോൾ ഇതിനെല്ലാം ഒരു സെപ്പറേഷൻ വേണം. ആൻഡ് ഓൾസോ എല്ലാം ഒരേ ഇതിൽ കേട്ടാൽ പോരാ. ചിലത് നമുക്ക് കുറച്ച് കേട്ടാൽ മതി, ചിലത് കുറച്ച് കൂടുതൽ കാണുക. അതിനാണ് നമ്മൾ ഈ ബാലൻസിംഗ് എന്ന് ഒരു സരളമായ ഭാഷയിൽ പറഞ്ഞാൽ അതാണ്. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞതാ കേട്ടോ. ഇതിപ്പോൾ കേട്ടോണ്ട് നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. ഈ സൗണ്ട് ചെക്കിൻ്റെ സമയത്ത് ലൈറ്റ് എഞ്ചിനീയറിന് മെയിൻ ഉള്ളൊരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റ്സ് ഓരോന്നും ഫോക്കസ് ചെയ്യണം. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഫേസ് ലൈറ്റ് ഇടണം. പിന്നെ ഇത് പ്രോഗ്രാമിൻ്റെ സമയത്ത് എപ്പോഴും എല്ലാവർക്കും എല്ലാ ലൈറ്റും കൊടുക്കില്ല, ഇന്ന സ്ഥലങ്ങൾ വരുമ്പോഴായിരിക്കും ഇടുക. പിന്നെ മെയിൻലി വിജേട്ടന് ഇപ്പോൾ വിജേട്ടൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്പോട്ടിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ആളല്ല, ഇങ്ങനെ ഓടി നടക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈറ്റ് എഞ്ചിനീയറിന് ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. വിധുവിനെ കിട്ടില്ല, ചേട്ടാ അവിടെ പോലെ, ചേട്ടാ ഇവിടെ പോലെ ചേട്ടാ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ആ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവനുമായിട്ട് നല്ല സിങ്ക് ഉള്ളതുകൊണ്ട് അവൻ പറയും, ചേട്ടാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എവിടെ കറങ്ങിയാലും അവസാനം ഇവിടെ വന്നു ലക്ഷ്മണരേഖ പോലെ വരച്ചിട്ട് അവസാനം ചേട്ടൻ ഇവിടെ കാണണം എന്നുള്ളത് പറയും. പിന്നെ അതേപോലെ ആദ്യം പറയും, ചേട്ടാ ഇവിടുന്ന് ഈ പടി വരെ ഉണ്ട്, അപ്പുറത്തോട്ട് പോകരുത്, അപ്പുറത്തോട്ട് പോയാൽ ചേട്ടൻ്റെ മുഖത്ത് ലൈറ്റ് വരില്ല. ഇപ്പൊ പിന്നെ എനിക്ക് ധാരണ. അതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വിജയേട്ടൻ്റെ അടുത്ത് അത് പറയുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ലൈറ്റും കടന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വിജയേട്ടന് നമ്മുടെ ഓഡിയൻസിലേക്ക് വന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പക്ഷെ ഓഡിയൻസിന് ആ ഫീൽ കിട്ടില്ല, കാരണം വിജയേട്ടൻ ലൈറ്റിലല്ല. അപ്പോൾ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇന്ന ഒരു പോർഷൻ വരുമ്പം വിജയുടെ ഇന്ന സ്പോട്ടിൽ വരുമ്പം ലൈറ്റ് എഞ്ചിനീയർ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും ലൈറ്റ് പിടിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം വിജയേട്ടനെ നമ്മൾ ഇൻഫോം ചെയ്യും.
അത് ആ സമയത്ത് ഇവിടെ എത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും ഒക്കെയാണ് ഈ നിങ്ങളിലേക്കുള്ള എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ആകുന്നത്. ബാൻഡ് മെമ്പേഴ്സിനെ ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കുറച്ച് നേരമായിട്ട് കാണുന്നുണ്ടെന്ന് അറിയാം, എന്നാലും അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ആ അറ്റത്ത് നിൽക്കുന്ന സുന്ദരനും സുമുഖനുമായ ഞങ്ങളുടെ ലൈറ്റ് എഞ്ചിനീയർ ആണ് റോബിൻ സുരേഷ്. അടുത്തത് നമ്മളുടെ ഗിറ്റാറിസ്റ്റ് ജെയ്വിൻ ജോസ്, നമ്മളുടെ മാനേജർ വിപിൻ, നമ്മുടെ പെർക്കഷനിസ്റ്റ് ഹരികൃഷ്ണൻ കാൻഡി, ഞങ്ങളുടെ സിംഗർ വിധു പ്രതാപ്, നമ്മുടെ മത്തായിച്ചൻ ഷോ ഡയറക്ടർ ദീപ്തി, നമ്മുടെ ഫ്ലൂട്ടിസ്റ്റ് നിഹാൽ ആസാദ് മടത്തിൽ, നമ്മുടെ വിജെ വിപിൻ, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അപ്പു, സോറി അമിത് ബാൽ, നമ്മൾ അപ്പു എന്നാണ് വിളിക്കുന്നത്, ആദ്യം വായിൽ വന്ന അതാണ്. നമ്മുടെ കീബോർഡിസ്റ്റ് നിൽക്കുന്ന സുന്ദര കുട്ടപ്പൻ, IT എഞ്ചിനീയർ എന്നും കൂടെ പറയണോടാ, അഭിഷേക്, നമ്മുടെ ഫീമെയിൽ സിംഗർ ക്രിസ്റ്റ, ആൻഡ് ദോ ഇരിക്കുന്നു നമ്മുടെ നെഞ്ചെടുപ്പ് അഖിൽ. അതെ, ഇത്രയും വാചാലയായിട്ട് ദീപ്തി പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാൻഡിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ദീപ്തിയാണ്. അപ്പൊ ഈ സൈഡൊന്നും ഞാൻ അധികം അങ്ങനെ നോക്കാറില്ല. എന്നെ ഇങ്ങനെ നല്ലോണം ഒരുക്കി കെട്ടി സ്റ്റേജിലെത്തി ഇന്നിയറും വെച്ച് ബോഡി ബാഗ് കുത്തി റെഡിയാക്കി വെച്ചേട്ടാ സെറ്റ്. ഞാൻ ഇങ്ങനെ ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് സെറ്റ് എന്ന് പറഞ്ഞു, പിന്നെ ആ 2 മണിക്കൂർ എൻ്റെ കയ്യിലാണ്. അപ്പൊ അത് മാത്രമേ ശരിക്കും ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ അത് മാത്രമേ ഞാൻ അറിയാറുള്ളൂ. അല്ല, ആക്ച്വലി അത് ഞാൻ അല്ലാണ്ട് പറയാണ്, ഞാൻ സിംഗർ അല്ല, പക്ഷെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം എനിക്കറിയാം, നമുക്ക് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് എപ്പോഴും അവർക്ക് അവരുടെ ഉള്ളിൽ ആ പെർഫോമൻസിൻ്റെ പ്രഷർ മാത്രം മതി. വേറെ പ്രഷർ കഴിവതും പെർഫോമേഴ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാതെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ള പ്രഷർ മുഴുവൻ ഈ മാനേജേഴ്സും ഞാനും എല്ലാവരും കൂടെ അങ്ങോട്ട് എടുക്കും. പിന്നെ 2 മണിക്കൂർ ഓഡിയൻസും ഞാനുമായിട്ടുള്ള പ്രഷർ മാത്രമാണ് പിന്നെ എൻ്റെ പ്രഷർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇല്ല കേട്ടോ, നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ചക്രകളാണ്. എല്ലാവരും ഭയങ്കര ഞാൻ ഇതുവരെ പെർഫോം ചെയ്ത ടച്ച്വുഡ് ഇതുവരെ പെർഫോം ചെയ്ത എല്ലാ സ്ഥലത്തും വളരെ സപ്പോർട്ടീവായിട്ട് വളരെ സ്നേഹത്തോടു കൂടി മാത്രമേ എന്നെ വെൽക്കം ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ എപ്പോഴും ബ്ലെസ്ഡാണ്. ശരിയാണ്, വളരെ സത്യമാണ്. കാരണം ചില ഇതിൽ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് മുന്നേ പെർഫോം ചെയ്തിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് പറയും, ഷോ അവിടുത്തെ ക്രൗഡ് വെരി ഡേഞ്ചറസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ നമ്മൾ കയറി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ചക്കരകളാണല്ലോ. കോളേജസിലൊക്കെ ചില കോളേജസിൽ പോകുമ്പോൾ ഭയങ്കര പിള്ളേരാട്ടോ, സൂക്ഷിച്ചോളാം വിധിച്ചേട്ടാ എന്നൊക്കെ പറയും. ഞാൻ പറയും എന്തായിരുന്നാലും ഏറ്റുപോയില്ലേ, ഇനി ഞാൻ സ്റ്റേജിൽ കയറിയല്ലേ പറ്റൂ എന്ന് പറയും. പക്ഷെ കയറുമ്പോൾ ഭയങ്കര ചക്കരയായിട്ട് ഭയങ്കര രസത്തോടു കൂടി എല്ലാ പാട്ടുകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഉൾക്കൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ. അതെ, അതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ ഓഡിയൻസിനെ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സ്ഥലത്തെയും ഓഡിയൻസിനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടല്ലേ. എൻ്റെ ഒരു സിമ്പിൾ ഇതെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ വേണ്ടത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവരിലൊരാളായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുക. മണിക്കൂറെടുത്ത് പല സ്ട്രഗിൾസും എഫേർട്ടും ഒക്കെ ഇട്ട് നമ്മൾ സൗണ്ട് ചെക്ക് കഴിഞ്ഞാൽ അത് ഏകദേശം നന്നായിട്ട് തന്നെ നമ്മളൊരു ഈ പറഞ്ഞ കണക്കാണ് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ എല്ലാം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് സൗണ്ട് ചെക്ക് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് പലപ്പോഴും ആഹാരം കഴിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ആഹാരം എന്ന് പറയുന്ന ഒരു സങ്കല്പമായി മാറാറുണ്ട്. കാരണം പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് വരെ ഇപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഡിലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചാർട്ട് വരച്ചതുപോലെ നമ്മൾ കൃത്യമായിട്ട് പോകണം എന്ന് നമ്മൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സംഭവങ്ങളും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ ദീപ്തി പറഞ്ഞതുപോലെ ഈ ആഹാരം കഴിക്കേണ്ട ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഗ്രാബ് ചെയ്ത് പോയി എന്തെങ്കിലും കഴിച്ച് പെട്ടെന്ന് റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങേണ്ട സമയങ്ങളിലൊക്കെ ലഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കും ഓർഗനൈസേഴ്സ്. പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും സ്നാക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം ഓടിപ്പോവുക. ഇതെല്ലാം ഓരോ ചിലപ്പോൾ നമുക്ക് സൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ട് ധാരാളം സമയം കിട്ടും വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഓരോ ഷോയുടെ ഓരോ സമയത്ത് വരുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ അന്നേ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ബാൻഡിൽ ഫീച്ചറിങ് ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരാറുണ്ട് അല്ലേ? അതെ, നമ്മളുടെ ബാൻഡിൽ
നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ അപർണ ബാലമുരളി, രമ്യ നമ്പീശൻ, സിത്താര കൃഷ്ണകുമാർ, പിന്നെ നമ്മുടെ ഇപ്പോൾ എന്താണ് സ്റ്റാർ സിംഗറിലൊക്കെ ഉള്ള നന്ദ, ശ്രീരാഗ്, അവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫീച്ചർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ജ്യോത്സ്ന രാധാകൃഷ്ണൻ. നമ്മുടെ ബാൻഡിൽ ഏറ്റവും കൂടുതൽ ഫീച്ചർ ചെയ്ത നമുക്ക് അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് കിട്ടിയ ഒരു സ്റ്റാറാണ് കൂടെ നിൽക്കുന്നത്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ. അപ്പോൾ നമ്മളാണ് ഇന്ന് അടിച്ച് പൊളിക്കാൻ പോകുന്നത്. ഞാൻ എന്താ പറയാ ഫോർമാലിറ്റി കണ്ടല്ലോ. അതെ അതെ, വി ആർ ലൈക്ക് ഫാമിലി. അപ്പം അതുകൊണ്ട് ഒരുമിച്ചൊരു ഷോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ഇറ്റ്സ് എ വെരി വെരി ഹാപ്പി തിങ്. ആൻഡ് അതുമാത്രമല്ല വിധുവിൻ്റെ ബാൻഡ് ഇറ്റ്സ് വിധു പ്രതാപ്, അതിലത്തെ മ്യൂസിഷ്യൻസ് ആണെങ്കിലും അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ ടീമാണെങ്കിലും ഇറ്റ്സ് ഇസ് ഇൻക്രെഡിബിൾ. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് പോയി കാണേണ്ട ഒന്നാണ്. ഡോണ്ട് മിസ് ഇറ്റ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. ശരിക്കും നമുക്കൊരു ഏറ്റവും എന്ന് വെച്ചാൽ എന്ത് നന്നായിട്ട് അവൾ സംസാരിക്കുന്നതല്ലേ, എന്ത് നന്നായിട്ട് അവൾ സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചു, ശശി എന്താ ഇത്, ഈ ചളു മാത്രമല്ലാതെ വേറൊന്നും വരുന്നില്ലല്ലോ. ഞാൻ എല്ലാം ഓവറാക്കുന്നതാണല്ലോ. അല്ല, ഇത് കറക്റ്റ് ആയിരുന്നു. നമ്മുടെ ബാൻഡിനെ കുറിച്ച് പറഞ്ഞാണോ കറക്റ്റ് ആയിരുന്നു. ശരി ശരി. അപ്പോൾ നമുക്ക് പൊളിക്കാം, വെന്യൂലോട്ട് പോവാം. ഇപ്പോൾ ജെൻസി അല്ലെങ്കിൽ മില്ലനിയൽസ്, സീനിയേഴ്സ്, ഇത് പ്രപ്പോർഷനായതാണ് കൂടുതൽ കയറുന്നത് എന്നുള്ളത് ഓർഗനൈസേഴ്സ് ചിലപ്പോഴൊക്കെ നമുക്കൊരു ധാരണ തരും. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ വരും കേട്ടോ. ചിലപ്പോൾ ഓർഗനൈസേഴ്സ് പറയും അതെ കുറച്ച് സീനിയേഴ്സാണ് ഇവിടുത്തത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ വേണം. ചിലർ പറയും പിള്ളേരാണ് കയറുന്നത്, അടിപൊളി പാട്ടുകൾ നമുക്ക് കൂടുതൽ വേണം എന്ന് പറയും. പക്ഷേ സർപ്രൈസ് ആവട്ടെ, ചില സമയങ്ങളിൽ നമുക്ക് പോകാൻ നേരത്തെ ഫാസ്റ്റ് നമ്പർ തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ യൂത്തിനെക്കാട്ടിലും ഫ്രണ്ടിൽ നിൽക്കുന്നത് സീനിയേഴ്സ് ആയിരിക്കും ഡാൻസ് ചെയ്യാൻ. അങ്ങനത്തെ അവസരങ്ങളും വരാറുണ്ട്. ശരിയാ. ഈ ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ മറ്റേ സാരിയൊക്കെ മടക്കി കുത്തി വെച്ചിട്ട് ആന്റിമാര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ സെറ്റ് ലിസ്റ്റ് നമ്മൾ ഇട്ട് പോകും, ഏത് രീതിയിൽ ഏത് പാട്ടുകൾക്ക് കൂടുതൽ പാട്ടുകൾ, ഏത് ടൈപ്പ് ഓഫ് പാട്ടുകൾ നമുക്ക് പാടാം. ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും എല്ലാവർക്കും. സൗണ്ട് എഞ്ചിനീയർ, ലൈറ്റ്, അതായത് ബാൻഡിന്റെ എൻറ്റയർ ടീമിന് സെറ്റ് ലിസ്റ്റ്, അതായത് നമ്മൾ ഒന്നുകൂടെ പറയുന്നത് പ്ലേ ലിസ്റ്റ് പറയില്ലേ, അത് തന്നെ. അതായത് ഇവരെന്തൊക്കെയാണ് പാടാൻ പോകുന്നതെന്നുള്ള, ഈ പ്രോഗ്രാമിന് എന്തൊക്കെയായിരിക്കും എന്നുള്ളതെല്ലാം ഇട്ട് വെച്ചിട്ട് പിന്നീട് ചില സമയങ്ങളിൽ സ്റ്റേജിൽ കയറി തുടങ്ങുമ്പോഴായിരിക്കും എപ്പോൾ സംഭവം കളി മാറി എന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് കുറച്ച് പാട്ടുകൾ നമ്മൾ റിസർവിലും കൂടെ വെക്കും കേട്ടോ. ഈ ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ കുറച്ച് പാട്ടുകൾ റിസർവിൽ വെക്കും. അപ്പോൾ അതായത് ഇതാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ്. കുറച്ച് പാട്ടുകൾ നമുക്ക് അറിയാവുന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പാട്ടുകൾ റിസർവിൽ വെക്കും. അപ്പോൾ ചില സമയങ്ങളിൽ റിസർവ് എന്നൊക്കെ നമ്മൾ വലിച്ചിങ്ങോട്ട് ഇടാറുണ്ട്. അതിട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാത്തിനും ചുരുക്കം പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ എല്ലാ പാട്ടുകളും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇനിയാണ് നമ്മുടെ ആക്ച്വൽ ഷോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റായിട്ട് ശ്രീലങ്കയിൽ ഇറ്റ്സ് വിധു പ്രതാപിൻ്റെ ഷോ കൊടികുത്താൻ പോവുകയാണ്. നമ്മുടെ ബാൻഡൊക്കെ നേരത്തെ ഇറങ്ങി, നമ്മളതാ പുറകെ പോവാണ്. ഇപ്പോൾ പോയി, അപ്പോൾ നമ്മളിതാ പുറകെ പോവാണ്. ഇനി നമുക്ക് ബാക്ക് സ്റ്റേജിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പുള്ളൊരു മൊമെന്റ് ഉണ്ട്. നമ്മൾ ഇറ്റ്സ് വിധു പ്രതാപ് അധികമാരും ചെയ്യാത്ത സ്ഥലത്താണ് ഇന്ന് ഷോ ചെയ്യാൻ പോകുന്നത്, ശ്രീലങ്ക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാൻഡിൻ്റെ ബെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്റ്റേജസിലും. അപ്പോൾ ഇതും എനിക്ക് ഉറപ്പുണ്ട് നമ്മളുടെ ബെസ്റ്റ് കൊടുക്കും എന്നുള്ളത്. ശ്രീലങ്ക നമ്മൾ വിറപ്പിക്കും. പിന്നെ എല്ലാവരും ഒരു ഗിഗ് മോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു എല്ലാവരും. പിന്നെ അടുത്ത ഒരു 2 മണിക്കൂർ എല്ലാവരും പടക്കം പൊട്ടുന്ന പോലെ അങ്ങനെ നമ്മൾ ശ്രീലങ്കയിലെ ഷോ അവസാനിപ്പിച്ച് നമ്മൾ ഹോട്ടലിലെത്തി നിൽക്കുകയാണ്. It was a good show. അടിപൊളി ഷോ.
നമ്മളിനി ആഹാരം കഴിക്കാൻ പോവാം. അതെ, ആഹാരം കഴിക്കാൻ ഈ ഡിന്നർ ടൈം ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ടുള്ള ഒരു സമയം. ഷോ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും എല്ലാവർക്കും മനസ്സിനൊരു സുഖം തരുന്നത്. ആ സമയത്താണ് നമ്മളുടെ ഷോയുടെ അനുഭവങ്ങൾ, പാച്ചാളികൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നീ എന്താണ് അവിടെ അത് വായിച്ചതേ, അപ്പൊ നീ നോക്കൊണ്ടിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഭയങ്കര എന്താ പറയാ, സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ മനസ്സിലാവുന്ന കാര്യമാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലും ചില സാധനങ്ങളൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് അത് ഇവര് ഭയങ്കര രസകരമായിട്ട് മാനേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഇൻസൈഡ് ജോക്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയമാണ് ഈ ഡിന്നർ ടൈം. അങ്ങനെയാണ് പലർക്കും പല ഇരട്ടപ്പേരുകൾ വീഴുന്നത്. വിധു പ്രതാപ്, അതായത് ബാൻഡ് തുടങ്ങിയിട്ടൊരു ഒന്നര വർഷമായിട്ടും ഇതുവരെ എന്റെ പേര് കറക്റ്റായിട്ട് പറയാത്തവനാണ് ഇവൻ. വിധുപ്രദ, പഴയൊരു നടിയുണ്ട് ജയപ്രദ, അവരുടെ ആരെങ്കിലും ആൾക്കാര് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് മിമിക്കുന്ന അല്ല, നമ്മുടെ ബാൻഡിലെ കാടയാണ് ക്രിസ്റ്റ. ഓരോന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഒരു ഗംഭീര ഷോ, ഈ പറഞ്ഞ പോലെ മറ്റാരും ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഷോ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡിന്റെ ഒരു ഹരമാണ്. അങ്ങനെയാണ് നമ്മൾ ശ്രീലങ്കയിൽ എത്തി ഈ ഷോ ചെയ്തത്. അതെ അതെ, ബോട്സ്വാന, ആഫ്രിക്കയ്ക്ക് ശേഷം ശ്രീലങ്ക, അങ്ങനെ നമ്മൾ ഒരിക്കലും ഇനി ഉഗാണ്ടയൊക്കെ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്, അന്റാർട്ടിക്കയൊക്കെ. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ അവിടെ പോയിട്ട് ഷോ കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു ഡിന്നർ ഉണ്ടാവാറുണ്ട്. അപ്പം അപ്പോഴായിരിക്കും സ്റ്റേജിൽ സംഭവിച്ച പാളിച്ചകൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സ്റ്റേജിൽ സംഭവിച്ചതും ഒക്കെ ഇന്നിപ്പോ കുറെ കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സംഭവിക്കാത്ത സ്റ്റേജുകളൊന്നുമില്ല. അതെ, അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഡിന്നർ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഷോസും പിരിയാറുള്ളൂ. ഇത് അവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. ടാറ്റ ചേട്ടാ, ഇന്നലെ കഴിച്ച ചെമ്പിൻ വടയുടെ എഫക്റ്റ് ആണ് അവിടെ കാണുന്നത്. ഒരു ക്ഷീണം നമ്മുടെ സൗണ്ട് അപ്പോഴേ നാളെ പരിപാടി ഇപ്പൊ രാത്രി 12:30 ആയിട്ടാ. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഒരു എന്റർടൈൻമെന്റ്. സോ ബേസിക്കലി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ ഷോ നടത്തുമ്പോൾ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ 2 മണിക്കൂർ തകർത്താടി എൻജോയ് ചെയ്തിട്ട് പോകും. പക്ഷെ അതിന്റെ പിറകിൽ കുറച്ചധികം ബുദ്ധിമുട്ടുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ ബ്ലോഗിലൂടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ മുൻപും പിൻപും നടക്കുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാണല്ലോ, ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് പോലും ഒരു സൗണ്ട് ചെക്ക് കഴിഞ്ഞ് പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ പോലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വെഡിങ് ഷോ ആണ് ഉള്ളത്. അതെ, പ്രൈവറ്റ് ഗിഗാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചെക്ക് ഭാഗ്യത്തിന് നേരത്തെ തീർന്നു. അപ്പം വിചാരിച്ചു എന്നാൽ നിങ്ങളത്തൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണല്ലോ, കുറേ നാളായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സമയമായി ഇനിയിപ്പോൾ റെഡി ആവണം, ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസും വ്ളോഗും ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്തതെന്ന്. പക്ഷേ ഞങ്ങൾ അതർ സൈഡിൽ ഞങ്ങൾ വി ആർ ഹാപ്പി ദ വേ ഇറ്റ്സ് ഗോയിങ്. പക്ഷേ വീഡിയോസും വ്ളോഗും ഒക്കെ വരും. സ്റ്റേ ട്യൂൺ, എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. വീണ്ടും സന്ധിക്കും വരെ